അമ്മ തന്നെ വരണം. അപ്പം എൻ്റെ അമ്മയാണ്, പരിശുദ്ധ അമ്മയും എൻ്റെ പെറ്റമ്മയും കൂടി താങ്ങിയിട്ടാണ് എൻ്റെ ബെഡിലേക്ക് കൊണ്ടിരുത്തുന്നത്. ബെഡിൽ കൊണ്ടിരുത്തിയിട്ട് ഞാൻ പൊട്ടി പൊട്ടി കരയുവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുകുമണിയോളം വിശ്വാസമുള്ള എന്നെ തൊടാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ അമ്മ ഇറങ്ങി വന്നേക്കുന്നത്. എന്നിട്ട് ആ അമ്മോട് ഒരു നന്ദി പറയാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. എനിക്ക് കുറച്ച് നേരത്തേക്ക് ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല, ഫുള്ള് ബ്ലാങ്കാണ് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അമ്മ പറഞ്ഞു, എന്തിനൊക്കെ അറിയുന്നത്. അപ്പം ഞാൻ എൻ്റെ കൈയൊക്കെ ഇങ്ങനെ വെറുതെ വെക്കാൻ പറ്റില്ല, ഇങ്ങനെ ഷിവർ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അമ്മേനെ കാണിച്ചിട്ട്, അമ്മ എൻ്റെ കൈ ഷിവർ ചെയ്യുന്നില്ല, എനിക്ക് എൻ്റെ കാലനക്കാം, എനിക്ക് നടക്കാം, പരിശുദ്ധ അമ്മ വന്ന് എന്നെ തൊട്ടിട്ടുണ്ട് അമ്മേ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഞാൻ കൈ മണത്ത് നോക്കിയപ്പോൾ ഞാൻ അങ്ങനെ കൈ മണത്ത് നോക്കുക. അപ്പം റോസാപ്പൂവിൻ്റെ മണമാണ്. അപ്പം ഞാൻ എൻ്റെ അമ്മേനെ മണപ്പിച്ചിട്ട് ചോദിച്ചു, അമ്മയ്ക്ക് വല്ല മണം ഫീൽ ചെയ്യുന്നുണ്ടോ? അമ്മ പറഞ്ഞു, ഇല്ല, എനിക്കങ്ങനെ തോന്നില്ല. അപ്പം ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മ പരിശുദ്ധ അമ്മ പിടിച്ച സ്ഥലങ്ങളിലൊക്കെ എനിക്ക് റോസാപ്പൂവിൻ്റെ മണമാണ് എനിക്ക്